കുറച്ചും കൂടെ. കണ്ടോ, ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരെന്താ അവിടെ കളിക്കുക? ഞാൻ വെറുതെ ഇങ്ങനെ. പോയി ജോലി നോക്കണോ? അവര് പോയി. ആരാടാ? കഥാപ്രസംഗക്കാർ കടന്നു വന്നു. പിള്ളേട്ടനാണ് അവരെ ചാക്കി കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട്? ആ കള്ളപ്പിള്ള പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ? വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരെ നാളെ എടുത്തോലേടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കുക. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തുപോയിട്ടില്ലടാ, ചത്തുപോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ പോകാൻ നോക്കിയോ? അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടിപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. രാവും പകലും നമ്മള് കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അവര് വരണ്ടോ നോക്കാൻ? ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്നടി. ചേട്ടാ, ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗർ അടി? ചേട്ടാ, അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? അത് ശരിയാ, പോയി നോക്കാം നമുക്ക്. പിടിച്ചേ അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി. ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ വരല്. കത്തിക്കാൻ സമയമായി. ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച്. തീ കൊളുത്തട്ട ഗുരുക്കളെ, പണ്ടെന്റെ അച്ഛന്റെ ഇതൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. പറഞ്ഞ കഥ എന്നല്ലേ പറയാൻ പോണേ? ആ കഥ തന്നെ. ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്. അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ.
കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ, നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട. ആ ഗ്രാമത്തിൽ രാജ്യതുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാടശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ. അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകറ്റിയത് ആ കുഞ്ഞാണ്. അവൾ ഇന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയിക്കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവളുടെ പേരാണ് ഗീതു. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഇനി എന്തോന്ന് കഥ? കഥ ഇതുവരെ തീർന്നില്ലേ? മാടശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. മാടശ്ശേരി തമ്പി ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത്. അതെ, അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ. അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി.